ഇവിടെ തണുപ്പ് തണുപ്പെന്ന് പറഞ്ഞ ആൾക്കാർ കരഞ്ഞിട്ട് ഇപ്പൊ വെയില് വെയിലെന്ന് പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നു. എന്താണ്? അപ്പൊ എക്കോസ് टीवी आपकी तवांग के ऐतिहासिक युद्ध स्मारक में आपका हार्दिक स्वागत और अभिनंदन करता हूँ. थैंक यू. ഗുഡ് മോർണിംഗ് ഗൈസ്, എക്കോസ് ടിവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 9th ഡേ ആണ്. നമ്മളിപ്പോൾ തവാങ്ങിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ലോക്കൽ സൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പം അതായത് ഇവിടുത്തെ മൊണാസ്ട്രിയും കുറച്ച് ഇവിടുത്തെ നമുക്ക് ലോക്കലായിട്ട് കറങ്ങി കാണാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് കാണുന്നുണ്ട്. നമ്മൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ 8 മണിക്ക് എത്തി അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി. നല്ല ഒരു അടിപൊളി ഹോം സ്റ്റേ, JB ഹോം സ്റ്റേ എന്നുള്ള ഇവിടെ തവാങ്ങിലാണ് നമ്മൾ സ്റ്റേ ചെയ്ത്. നമുക്ക് ഈ ലാസ്റ്റ് മുകളിൽ കുറച്ച് ട്രാവലേഴ്സ് ആഡ് ആയത് കാരണം നമുക്ക് 2 ടീമായിട്ടാണ് താമസിക്കുന്നത്. ഒരു സ്ഥലത്ത് 7 പേര്, ഒരു ഫാമിലിയും ഒരു സ്ഥലത്ത് 4 ഫാമിലിയും. അപ്പോൾ നമ്മൾ ഇവിടെ 4 ഫാമിലി താമസിക്കുന്ന, ബാക്കി 7 പേര് വീട്ടുകാരുടെ കൂടെ അപ്പുറത്ത് വേറൊരു ഹോം സ്റ്റേയിലാണ്. അവിടെ നമുക്കിന്ന് വൈകുന്നേരം പോകാം. അപ്പോൾ ഞാൻ ഈ ഹോം സ്റ്റേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മോർണിംഗ് ഞാൻ ഇന്നലെ നൈറ്റ് ഒന്ന് കാണിച്ചിരുന്നു. മോർണിംഗ് ഇത് ഈ ഒരു പൂവിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ടോ. ഇതിപ്പോൾ ഇവരൊക്കെ സമയം 9:45 ഇവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടൊന്ന്. നല്ല വെയിലാ. ഇവിടെ തണുപ്പ് തണുപ്പെന്ന് പറഞ്ഞ ആൾക്കാർ കരഞ്ഞിട്ട് ഇപ്പൊ വെയില് വെയിലെന്ന് പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നു. എന്താണ്? ഈ തലയിൽ ഈ സാരം എടുത്തിട്ടാൽ ആ പ്രശ്നം തീരുന്ന പ്രശ്നമുള്ളൂ. ഓക്കെ അല്ലേ? ഇപ്പൊ പ്രശ്നമല്ല, പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഗൈസ്. നമ്മൾ രാവിലെ ഇവിടെ വന്നിട്ട് തുണിയൊക്കെ ഒന്ന് അലക്കി, കാരണം കുറച്ച് തുണിയൊക്കെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് പറഞ്ഞിരുന്നത്. കാരണം വെറുതെ ലഗേജ് സ്പേസ് കൂട്ടണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് 1-2 ഓപ്ഷൻസ് നമ്മൾ എടുത്തിരുന്നു വാഷ് ചെയ്യാനുള്ള. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ രാവിലെ മഴ ഇല്ലാത്ത വെയിലുള്ളത് കൊണ്ട് നമുക്ക് തുണി അലക്കാൻ പറ്റി. ഇവർ ഡ്രയറൊക്കെ തന്നു. അപ്പം നമ്മൾ തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ, ധാരാളം കാണിച്ചിരുന്നു. നോക്കിയേ. ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അടുത്ത ആളിനെ കണ്ടത്. ഗുഡ് മോർണിംഗ്, ഹായ് ഹായ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഹോം സ്റ്റേയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അതേ വന്ന് മതി 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 മതി. ഇത് ഏത് ബ്രീഡാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അറിയാവുന്നവർ പറയണം. പക്ഷേ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇല്ല പഴയ കാർട്ടൂണിലെ ടിൻ കാർട്ടൂണിലെ സ്നോയിയെ പോലെ ഉണ്ട് കേട്ടോ, അല്ലേ? ആ ഒരു ഫേസും ഷേപ്പൊക്കെ ഉണ്ട്. അല്ലടാ, ഈ പട്ടിയെ കണ്ടിട്ട് ഏത് കാർട്ടൂൺ ഓർമ്മ വരുന്നത്? ഏതെങ്കിലും കാർട്ടൂണിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വിഷ്ണു, പാപ്പയില്ല അവിടെടാ പട്ടി. ടിൻടിനിലെ സ്നൂയി. ഷബീറൊക്കെ ഇതെന്ത് മറ്റേ മത്സരമാണോ? എനിക്ക് എന്നെ പട്ടിണിയാക്കൽ ഗൈസ്. ഞാനേ വ്ളോഗ് പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പട്ടിണി പോകും. ഇവിടെയൊക്കെ മത്സര ഓട്ടം. കേട്ടില്ല? മായാവിലെ സുരാജ്, മായാവിലെ സുരാജ് ആര്? മായാക്കുട്ടിയാ. ഇതാണ് കണ്ണൻ സ്രാങ്ക്. രാവിലെ പൂരിയാണ് ഗൈസ്. പൂരി നല്ല അടിപൊളി യോഗ കിട്ടും കേട്ടോ. പിന്നെ ഇത് പൊട്ടറ്റോ കറിയാണ്. പിന്നെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. ഭയങ്കര ഹോസ്പിറ്റാലിറ്റി എന്ന് വെച്ചാൽ നന്നായിട്ട് അവർ കെയർ ചെയ്യുന്നുണ്ട്. അവർക്ക് അറിയാം എങ്ങനെ കസ്റ്റമറിനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. എവിടെ ഇമ്പ്രസ് ചെയ്യണമെന്നും അറിയാം. അവർ നല്ല രീതിയിൽ തന്നെ അവർ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും തവാങ്ങിൽ വരുമ്പം ഇവിടെ നേരത്തെ JB ഹോം സ്റ്റേ ഗൂഗിളിൽ സെർച്ച് ചെയ്യലും കിട്ടും. ഈവൻ നിങ്ങൾക്ക് നമ്മുടെ എക്കോസ്പോർട്ട് ടീമിൽ നിന്ന് വന്ന ആൾക്കാർ റെഫർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അധികം സപ്പോർട്ടും കിട്ടും, ചിലപ്പോൾ ഡിസ്കൗണ്ടും കിട്ടും. ഞാൻ ഉറപ്പ് പറയുന്നില്ല, എന്നാലും സംസാരിച്ച് നോക്കാം. വേണമെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ടൊക്കെ വന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഈ സ്ഥലത്തോട്ട് വരാം. നല്ല അടിപൊളിയായിട്ട് അവർ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ചായയാണ് ഗൈസ്. അങ്ങനെ വ്ളോഗുകൾക്കൊടുവിൽ തൻ്റെ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന വ്ളോഗർ നൗഫാൽ, കമ്മിനെടുക്കാൻ ദീപ് ചേട്ടൻ. നൗഫലിക്കര വീട്ടുകാർ ഈ വീഡിയോ കാണണം. നൗഫലിയെ കഴിക്കുന്നത് പൂരി, 3 പൂരി, പൊട്ടറ്റോ കറി, യോഗട്ട്. വളരെ സന്തുഷ്ടനാണ് ഈ ആഹാരത്തിൽ. എന്നും ഇത് മതി എന്നാണ് നൗഫലിക്ക പറയുന്നത്. അതെ, സുഹൃത്ത് ചേച്ചി ഇത് കാണുകയാണെങ്കിൽ നൗഫലിക്ക് പൂരി ഇത്രയും ഇഷ്ടമാണെന്ന് നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല.
ഇത് വെട്ടാവത്ത പൂരിയാണ്. എന്താണ് പറയാനുള്ളത് ഈ ഒരു ഹോം സ്റ്റേ കുറിച്ച്? അതായത് നമ്മൾ എന്താ പറയാ, നല്ലൊരു aesthetic and looking very aesthetic and the hospitality is not worthy. I recommend, not worthy. അവരെ പേയ്മെന്റിന് I recommend this homestay for all who come to Tawang. ഓക്കെ. ഇപ്പൊ നമ്മളിവിടെ വന്നതിൽ കപ്പിൾസ് ആയിട്ട് ചെയ്തത് നിങ്ങൾ മാത്രമാണ്. അപ്പൊ കപ്പിൾസിന് ഈ സ്റ്റേ എങ്ങനെയാണ്? Stress worthy. ചേച്ചി പറ എങ്ങനെയുണ്ട്? ചേച്ചി പറ. നല്ല റൂമാണ്, അത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇതൊക്കെ ഡോൺ ടച്ച് എന്ന് എഴുതിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ടച്ച് ചെയ്യാം. വളരെ മനോഹരമായ പൂക്കളാണ്. അതെ, ഈ പൂക്കളുടെ പേര് വിവരങ്ങൾ അറിയാവുന്നവർ ദയവായി കമൻറ്റ് ചെയ്യുക. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമെങ്കിൽ അതിൻ്റെ ലിങ്കും ഷെയർ ചെയ്യുക. രാവിലെ തന്നെ കോമഡി വീഡിയോസൊക്കെ കണ്ട് ചിരിച്ചിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ട് ഹോം സ്റ്റേ? അടിപൊളിയല്ലേ, നല്ല നല്ല ഹോസ്പിറ്റാലിറ്റി, ഇഷ്ടപ്പെട്ടു. പിന്നെ വരുന്നവരെല്ലാവരും മസ്റ്റ് കീപ് എയർടെൽ സിം. ജിയോയ്ക്ക് ഇവിടെ റേഞ്ച് കുറവാണ്, വേറെ ഒന്നിനും റേഞ്ച് ഇല്ല. അപ്പൊ ഗൈസ് നമ്മൾ തവാങ് മൊണാസ്ട്രി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പം നല്ല കയറ്റം, വണ്ടിയാണെങ്കിൽ വലിക്കുന്നുമില്ല, ഓക്സിജൻ ലെവൽ കുറവായതുകൊണ്ടാണ് പ്രശ്നം. നെക്സ്റ്റ് ലെഫ്റ്റ് ഇങ്ങനെ പോവുകയാണ് ഗൈസ്. എന്താ എന്തോ ഒരു മൂളൽ സൗണ്ട്, ഷൂളടിക്കൊക്കെ കേൾക്കുന്നത് എന്താണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ നമ്മളിതാ മൊണാസ്ട്രി എത്താറായി, ബാക്കിയുള്ളവർ ഇതാ വരുന്നുണ്ട് കൂടെ. എത്ര ദൂരം കാണിക്കണ്ട രാമലെ? ഇവിടെ ഈ സ്നോയി പട്ടി ഒരുപാടുണ്ട് കേട്ടോ, സ്നോയി പട്ടി. അപ്പോൾ ഗൈസ് നമ്മളിതാ അവിടെ തവാങ് മൊണാസ്ട്രിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 10,000 അടി പൊക്കത്തുനിന്ന് ഡയറക്റ്റ് വിഷ്ണുവിൻ്റെ പെടലിൽ UV റേ അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതാ പൊള്ളി എന്ന് പറയുന്നുണ്ട്. ഫുള്ള് സൺസ്ക്രീനൊക്കെ വാരി പൊത്തിയിട്ടും ഒരു കാര്യമില്ലെന്ന്. ഇതാ അമലിനെ അത് അവിടെ കുളിപ്പിക്കുന്നുണ്ട് ഷബീർക്ക്. എന്ത് കണ്ടോ? വായിലടിച്ചോ? നല്ലതായിരിക്കും. ഇതെന്താ സംഭവം? ചെറിയ സ്പ്രേയർ, മറ്റേ ക്രീം അല്ലാതെ. ഷബീർക്ക് എന്താ വിചാരിച്ച പറയോ? അപ്പം ഈ ഒരു ഡിസൈനൊക്കെ കാണണം അല്ലേ? എണ്ണ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ വന്ന സമയം കറക്റ്റ് അല്ല എന്ന് തോന്നുന്നു, കാരണം എല്ലാം ഇവിടെ കഴിഞ്ഞു. അതാണ് കാര്യം. അവരപ്പുറത്ത് കൊണ്ട് ബുദ്ധ പ്രതിമ, അവിടെ ദൂരെ ഒരു പ്രതിമ കാണുന്നുണ്ട്, അവിടെയാണ് വന്നത്. ആ തവാങ് ടൗൺ ആണ് ഈ കാണുന്നത് ഗൈസ്. ഫുള്ള് ഇതിനു വേണ്ടി വന്നത്. ഇത് വണ്ടിയിലോട്ടി, നമ്മുടെ വണ്ടിയിൽ ഇത് ഇളകി പോട്ടോ. ഭയങ്കര സാധനത്തിന് ഭയങ്കര വില കേട്ടോ, കത്തി വില. നമ്മുടെ ക്ലബ്ബ് മെമ്പറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോ വണ്ടികൾക്കൊക്കെ നമ്മുടെ കോസ്റ്റ്യൂമിന്റെ വണ്ടിയിലൊക്കെ ഒട്ടിക്കാനാണ്. തവാങ്ക് അല്ലാണ്ട് ബെല്ലൂർ കുപ്പി. അവൻ പറഞ്ഞ പോലെ നമ്മുടെ വിവേക് പറയുന്നത് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ് നടക്കുന്നത്. ശരിക്കും ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തന്നെ ആടി സൈലല്ലേ, കട തീർത്ത് ഒരു ജസ്റ്റ് അരമണിക്കൂർ കൊണ്ട് കുറഞ്ഞത് എൻ്റെ ഒരു ആവറേജ് കണക്ക് വെച്ചിട്ടാണ് ഇത് 40,000 രൂപ കച്ചവടം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ മലയാളികൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് നമ്മൾ 3-4 ഫാമിലിയെ കണ്ടു. നമ്മളിപ്പോൾ തവാങ്ങിലെത്തിയിട്ട് നമുക്ക് ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നമ്മൾ നിൽക്കുകയായിരുന്നു. പക്ഷെ തവാങ്ങിലെത്തിയപ്പോഴും നമുക്ക് ആളെ കിട്ടി കേട്ടോ. അതായത് ഒരു ഫാമിലി നമുക്ക് നിങ്ങൾ എവിടെ നിന്ന്? തൃശ്ശൂരല്ലേ? ഓക്കെ, തൃശ്ശൂരിൽ നിന്ന് നമ്മൾ 4 പേരടങ്ങുന്നൊരു ഫാമിലി. ഇവർ ഇവിടെ ട്രിപ്പിനായിട്ട് വന്നേക്കുന്നത്, വെക്കേഷൻ ആഘോഷിക്കാൻ തന്നെ ഇറങ്ങിയതാണോ? മീൻസ് തവാങ് മാത്രമാണ് പ്ലാൻ. തവാങ്ങാണ് പ്ലാൻ. ദിരാങ് ഒക്കെ ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എങ്ങോട്ടാ? ബുംലയ്ക്ക് തന്നെയാണ്.
ഓക്കെ ബുംല അവർ പാസ്സൊക്കെ എടുത്ത് തന്നായിരുന്നു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അപ്പം നാളെ ബുംല. അപ്പം ഇന്നലെ ബുംലയിൽ ആലിപ്പഴമൊക്കെ വീണെന്ന് പറയുന്നുണ്ടായിരുന്നു. മഴ ഉണ്ടായിരുന്നു, ഭയങ്കര വിസിബിലിറ്റി ഡൗൺ ആയിരുന്നു. അപ്പം എങ്ങനെയുണ്ട് തവാങ്? ഇഷ്ടപ്പെട്ടോ? മഞ്ഞ് പ്രതീക്ഷിച്ചാണോ വന്നേ? ഓക്കെ കണ്ടില്ല. പക്ഷെ ഈ എനിക്ക് തോന്നുന്നു ഈസ്റ്റേൺ സെക്ടറിൽ നമുക്ക് ഈ സമയത്ത് ലഡാക്കാണ് പോകുന്നെങ്കിൽ മഞ്ഞ് കിട്ടിയേനെ, ഫുൾ മഞ്ഞ് കിട്ടും. അപ്പം എന്തായാലും കണ്ടതിൽ സന്തോഷം. സാധനത്തിന് വേണ്ടി അടികൂടുകയാണ്. ഷബീർക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ലല്ലേ? വാങ്ങാൻ പോണ. അത് എങ്ങനെയുണ്ട് തവാങ്ങൊക്കെ? ഇഷ്ടപ്പെട്ടാ? ഇവിടെ നിന്ന് എന്താ കഴിച്ചെന്നല്ലേ രാത്രി? അറിയൂലേ? അത് കൊള്ളാം. ഒരു ബ്ലാക്ക് ഡോഗ് കടിക്കുവോ? ഇവിടെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുന്ന ചെറിയ 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 സെറ്റപ്പുകൾ ഇതിൻ്റെ ഇടയിലുണ്ട്. എനിക്കൊന്ന് ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി താമസിക്കുന്നൊരു സ്ഥലം കൂടി ആയിരിക്കും കേട്ടോ. ഡോഗിൻ്റെയൊക്കെ ഫറ് കണ്ടോ? നോക്കിയേ, സി നല്ല തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ജാക്കറ്റിൻ്റെ ആവശ്യമില്ലെന്ന്. ഈ ബോഡി BS4 അല്ലേ? BS6 അല്ലല്ലോ. വാ ഓടി കയറാം, കമാൺ. ഹെലികോപ്റ്റർ വിളിക്കാം. പിന്നെ നിങ്ങൾ എന്തിനാ വന്ന തവാങ് മൊണാസ്ട്രി കാണാനല്ലേ? എന്ത് പറ്റി? ഓക്സിജൻ കുറവുണ്ടോ? എനിക്ക് അല്ലാണ്ട് തന്നെ ഓക്സിജൻ കുഴപ്പമുണ്ട് കേട്ടോ. ഞാൻ രാവിലെ തന്നെ വലിക്കുന്നുണ്ട്. ഈ ടീമിലില്ലാത്ത ആൾക്കാർ ടീമിലെ തൊപ്പി വയ്ക്കുന്ന മോശമാണ് കേട്ടോ. അങ്ങനെ തവാങ് മൊണാസ്ട്രിയിൽ കയറി ഗൈസ്. അയ്യോ ഇതാ എത്തി ഗൈസ്. നമ്മൾ മൊണാസ്ട്രിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ഇല്ലാണ്ട് ഇവരെയൊക്കെ സമ്മതിക്കണം അല്ലേ? ഇവരൊക്കെ സ്ഥിരമായതുകൊണ്ട് ഇവരെ എന്തായാലും അഡാപ്റ്റായി, ഇവരുടെ ശരീരമൊക്കെ അഡാപ്റ്റായി. നമ്മൾ നടന്നു തങ്ങി എത്തി ഗൈസ്. അടിപൊളിയല്ലേ? തവാങ് സിറ്റിയാണ് ഗൈസ് കാണുന്നത്. ഡ്രോൺ എടുത്ത് പറത്താനൊരു ഡൗട്ട്, മീൻസ് ഒരുപാട് മിലിറ്ററി ബേസ് ഉണ്ട്. അതുകൊണ്ട് ഡ്രോൺ എടുക്കേണ്ടെന്ന് വെച്ചു. നോൺ ഫ്ലൈയിങ് സോണൊക്കെ കാണും. അടിപൊളി. ഇതിനകത്തോട്ടൊന്ന് കയറാം. ഷൂസൊക്കെ ഒന്ന് ഊരിയിട്ടെ. ഷൂസൊക്കെ ഊരി വെച്ചിട്ട് ഉള്ളിലോട്ട് പോവാം. ലെറ്റ്സ് സീ. നമുക്ക് മൊണാസ്ട്രി ഡു നോട്ട് എൻ്റർ പ്രേയേഴ്സ് ഹാൾ വിത്തിൻ ഷൂസ് ഓൺ. ഓക്കെ, ഇവിടെ നമ്മൾ തവാങ് മൊണാസ്ട്രിക്കകത്തോട്ട് കയറുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ മുമ്പ് പോയിട്ടുള്ള മൊണാസ്ട്രിയിലൊക്കെ അങ്ങനെയാണ്. അടിപൊളിയല്ലേ ഗൈസ്? എല്ലാം ഓരോരോ ഇവരുടെ ദലൈലാമ ഓരോരോ രൂപങ്ങളായിരിക്കും അല്ലേ? ഇവിടുത്തെ മൊണാസ്ട്രിയിൽ പഠിക്കുന്ന പിള്ളേരാണെന്ന് തോന്നട്ടോ. ഹലോ, ഹായ് 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 ഹായ്. ഇവിടെ ബുക്കും കാര്യങ്ങളൊക്കെ നോക്കിയാണ്. മറ്റേ നമ്മുടെ സാധാ പേപ്പറിലെ ബുക്കൊന്നും അല്ല കേട്ടോ, വേറെ എന്തൊക്കെയാണ് കയ്യിൽ തടിയുടെ എന്തൊക്കെയാണ് ഇരിക്കുന്നത്. മറ്റേ അല്ലാണ്ട് ബുക്കൊക്കെ ഉണ്ട് കേട്ടോ. ചെറുക്കന്താ ഓടുന്നു. അവിടെ ഫോട്ടോഷൂട്ട് മത്സരം നടക്കുകയാണ്. ടിബറ്റനായിട്ട് കുടിക്കും. ടിബറ്റൻ ചായ കുടിച്ചു നോക്കട്ടെ. പ്രത്യേകിച്ച് ടിബറ്റൻ ചായക്കും കേരള ചായക്കും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അതും പാല് ഇതും പാല്. ബുദ്ധ പ്രതിമയിലേക്ക് പോവാം പോവാം പോവാം. ബുദ്ധന്റെ പ്രതിമ കാണാൻ പോവാം. ഓക്കെ ഓക്കെ. ബുദ്ധ പ്രതിമ, ബുദ്ധന്റെ പ്രതിമയിൽ കാണാൻ പോവാം. അപ്പോൾ നമ്മൾ അവിടെ ബുദ്ധന്റെ സ്റ്റാച്യൂയിലൂടെ എത്തിയിട്ടുണ്ട്. ജൈൻ ബുദ്ധ സ്റ്റാച്യൂ എന്ന് അറിയപ്പെടുന്നതിന്. അപ്പം നല്ല രസമുണ്ട് കാണാൻ. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ നിൽപ്പുണ്ട്.
നമ്മൾ നേരത്തെ അങ്ങ് കാണുന്ന അതായിരുന്നു തവാങ് മൊണാസ്ട്രി. അവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ എക്കോസ് ടി വി അപ്പോൾ ഗൈസ് ഒരു അച്ചീവ്മെൻ്റ് കൂടെ. എനിക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. എങ്ങനെയുണ്ട് ഗൈസ് പറയണേ. ലൈറ്റ് ഇത്തിരി പ്രശ്നമാണ്. കാരണം കറക്റ്റ് മുകളിൽ നിന്നാണ് സൂര്യൻ അടിക്കുന്നതും വെട്ടം അടിക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ നല്ല ഇരുട്ടും കൂടെയാണ്. സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റിക്കർ ഇത്തവണ എടുക്കാൻ മറന്നുപോയി. കഴിഞ്ഞ നമ്മൾ ഒരുപാട് അടിച്ചിട്ട് നമുക്ക് വേസ്റ്റ് ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഇത്തവണ അടിച്ചില്ല. ബട്ട് ഇതൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു ഗൈസ്. നമ്മളിവിടെ ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സമയം 2:30 മണിയായി. ഇവിടെ ഉള്ള ആൾക്കാർ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഡിന്നർ കഴിക്കും. ഫസ്റ്റ് ഫ്ലോറിലാണ്. ഹായ് ഹായ് ഹായ്. തവാങ്ങിൽ വണ്ടി ഓടിക്കണമെങ്കിൽ വേറൊരു വളയ്ക്കാനും തിരിക്കാനുള്ള വേറൊരു കഴിവും കൂടെ വേണമെന്ന് തോന്നുന്നു ചേട്ടാ. ഒരു രേഖയില്ലാത്ത വളവ്. അതും കട്ടിങ് എന്ന് വെച്ചാൽ യു ടേൺ എന്നൊന്നും പറയാൻ പറ്റില്ല. വേറെ എന്തൊക്കെ ടേണാണ്. വി ടേൺ. യു തിരിയാനുള്ള സ്ഥലം പോലും ഇല്ല. നമ്മളങ്ങനെ തവാങ് വാർ മെമ്മോറിയലിലോട്ടാണ് പോകുന്നത് ഗൈസ്. 4 മണിയായി. സന്ധ്യ ആയി തുടങ്ങി. നേരെ ഇരുട്ടി തുടങ്ങി. അപ്പോൾ നമ്മുടെ തവാങ് വാർ മെമ്മോറിയലിലേക്ക് നമ്മളിതാ എത്തി. ജസ്റ്റ് ഒരു 100 മീറ്റർ കൂടെ ഉള്ളൂ. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗാണിത്. വലിയൊരു സ്റ്റാച്ചു ഒക്കെ കാണുന്നുണ്ട്. എല്ലാവരും എന്താ വണ്ടി ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ താഴേന്ന് മുകളിലോട്ട് പോവാം. ഒതുങ്ങിക്കോട്. അങ്ങനെ തവാങ് വാർ മെമ്മോറിയൽ. സല്യൂട്ട് ഫോർ ദ ബ്രേവ്സ്. ഇത് കണ്ടോ, നമുക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ഓരോരോ റെജിമെൻ്റ് ഇതനുസരിച്ച് പേരെഴുതിയിട്ടുണ്ട്. 1/9 ഗൂർഖ റൈഫിൾസ്. ഇതാണ് പഴയ തവാങ്. 1962 തവാങ്ങാണ് ഈ ഫോട്ടോ കേട്ടോ. നമ്മൾ ഇന്ന് പോയി കണ്ട തവാങ് മൊണാസ്ട്രിയാണ് ഇതായി കാണുന്നത്. ബുംല സെക്ടറാണ്. അതിൻ്റെ ഒരു മാപ്പാണ് കാണിക്കുന്നത്. നമ്മുടെ ഈ പുള്ളി അതാണ് ജോഗിന്ദർ സിംഗ്. यहाँ के क्षेत्रीय भाषा में नमस्कार को ताशी दिले बोलते हैं, तो सबको ताशी दिले। ताशी दिले का मतलब समझ में आ गया? नमस्कार। यहाँ के क्षेत्रीय भाषा में है ना। 190 माउंटेन ब्रिगेड की तरफ से तवांग के ऐतिहासिक युद्ध स्मारक में आपका हार्दिक स्वागत और अभिनंदन करता हूँ। थैंक यू। ക്യാമ്പ് ഫയർ ആഘോഷിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിൽ നിന്നും ഇവരുടെ ഹോം സ്റ്റേയിലേക്ക് മന്ദമന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു മുന്നിലൂടെ എന്നെ നയിക്കുകയും പിന്നിലൂടെ ഞാൻ വിഷ്ണുവിൻ്റെ നയനത്തിലൂടെ പോകുകയുമായിരുന്നു. കയ്യിൽ എന്താണ് എന്ന് വിഷ്ണുവോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ അത് എന്നോട് പ്രകടിപ്പിക്കാൻ മടി കാണിച്ചു. വാതിലേക്ക് തുറന്ന് അവൻ കയറിപ്പോകുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകൾ വളരെ നല്ലതായിരുന്നു. എല്ലാവരും ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഒരു കേസ് എന്തായിരുന്നു താങ്കളുടെ കയ്യിലുള്ളത്? വാഷ്റൂം ക്ലീൻ ചെയ്യുന്ന ലോഷൻ. ഹാർപിക്. ഹാർപിക്കിന്റെ എല്ലാം വേറെ ബ്രാൻഡ്. എന്താ ഒരു ചിരി? നേരത്തെ പൊട്ടിച്ചു തോന്നുന്നു. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിന്നി ചേച്ചി.
സീരിയലാണല്ലേ? സീരിയലാണോ? ഹായ്, എവിടെ നമ്മുടെ മൊയൽപ്പൽ? ഗൈസ്, ഇവിടെ ഹോം ടൂർ എന്നെ കൊണ്ടുപോവാണ്. ഓക്കെ, അടുത്ത ഓക്കെ ഓക്കെ. കിച്ചൺ മാത്രം കണ്ടാൽ പോരാ, നല്ല ചോറും മീൻകറിയാണ് വേണ്ടത്. ഇതാണ് ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ റൂം. ഇതിപ്പോ തൽക്കാലം തുറക്കുന്നില്ല. വാഷിംഗ് മെഷീൻ. ഇതാണ് നമ്മുടെ ഗ്രേറ്റ് അജിത്തേട്ടന്റെ അതെ കിഡ്സ് റൂം ഒന്നും പറയും. ഓക്കെ, ഇതാണ് നമ്മുടെ വൈബ്. ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഇതാണ്. ഈ രാവിലെ ഒന്ന് വെയിൽ കൊള്ളും. ഈ പ്രാക്ടീസ് ഡാൻസ് ഒക്കെ ഇപ്പൊ കാണാൻ പറ്റും. പൂജ റൂം. ഇതാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. സുരാജ് എവിടെ? വീട്ടിലെ ഇതാണ് നമ്മുടെ കിച്ചൺ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. സുരാജ് എവിടെ? ഇതാണ് അവരുടെ കിച്ചൺ. അതിമനോഹരമായ കിച്ചണാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വീട്ടിലെ ഈ വീടിന്റെ ഓണറെ പോലെ അഭിനയിച്ചിരിക്കുകയാണ്. നമസ്കാർ, നമസ്കാർ. ഇന്നെല്ലാവർക്കും ചപ്പാത്തിയാണ്. ചപ്പാത്തി ഗൈസ്. ചപ്പാത്തി ये ओपन करेगा? ये ओपन कर सकते हैं. हाँ, डाल करे. और ये हो गया. और रोटी है. रोटी और अयो दाल डाल करे. हे और ये चिकन करी. ये चिकन. ए चिकन हो. शाहरुख के साथ चिकन. हाँ, शाहरुख खान चिकन. നോ, അതറിയില്ല. അത് ചിക്കൻ കറി, ഇത് സെമി ഗ്രേവി. ചുക്ക. ആ, എന്നാ ചുക്ക. ഡോക്ടർ പറയുന്ന പോലെ. നമ്മൾ പൊളിച്ചിരിക്കുകയാണ് ഗായ്സ്. ദാ അനുചേച്ചിയുടെ ഡാൻസ്, സെപ്പറേറ്റ് ഡാൻസ്. ആശ ചേച്ചി ഒന്നും കളിക്കുന്നില്ല കേട്ടോ. പണ്ടത്തെ ഗ്രൂപ്പിൽ ലെഫ്റ്റ് ആയിട്ട് ഞാൻ പടങ്ങിയിട്ടുണ്ട്. മിനി ചേച്ചി കമാൺ, നമുക്ക് ലീവൊക്കെ കിട്ടിയല്ലോ, പിന്നെ സന്തോഷിക്കാമല്ലോ. ആഹ്ലാദിപ്പിൻ പോയടാ. പോകാണ് ഞങ്ങൾ, പോകാണ് വീട്ടിന്റെ കൂടെ പോകാണ്. തണ്ടർ ഞങ്ങൾക്ക് വണ്ടറാ, തണ്ടർ ഞങ്ങൾക്ക് വണ്ടറാ. പോകാണ് ഞങ്ങൾ, പോകാണ് ബ്രൂക്ലിൻ കൂടെ പോകാണ്. ആൽബർട്ടോസ് കോ പൈലറ്റ്. ചങ്ക ചക ഇന്നത്തെ രാത്രി ശുഭരാത്രി. അപ്പൊ ഗൈസ്, നമ്മൾ ഡാൻസ് കളിച്ച് പൊളിച്ച് ചത്തൊരു പരിപാടി ഗൈസ്. അയ്യോ, അപ്പം നമ്മൾ ബൈ ബൈ. നമ്മൾ നാളെ രാവിലെ മുമ്പിലേക്ക് പോകും. അപ്പം ഇന്ന് നമ്മൾ അടിച്ച് പൊളിച്ചു. നല്ല അടിപൊളി ക്യാമ്പ് ഫയറും ഡാൻസ് ഒക്കെ ആയിരുന്നു. അപ്പം ഈ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നാളെ നമ്മൾ ബുംലെ പാസയ്ക്ക് പോവുകയാണ്. നാളെ നമ്മൾ എത്രാമത്തെ ദിവസം? 11ാമത്തെ ദിവസം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. എക്കോസ്റ്റ്യൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 9th ഡേ ആണ്. നമ്മളിപ്പോൾ തവാങ്ങില ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ലോക്കൽ സൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പം അതായത് ഇവിടുത്തെ മൊണാസ്ട്രിയും കുറച്ച് ഇവിടുത്തെ നമുക്ക്
ലോക്കലായിട്ട് കറങ്ങി കാണാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. നമ്മൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ 8 മണിക്ക് എത്തി അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി. നല്ല ഒരു അടിപൊളി ഹോം സ്റ്റേ JB ഹോം സ്റ്റേ എന്നുള്ള ഇവിടെ തവാങ്ങിൽ നമ്മൾ സ്റ്റേ ചെയ്ത് നമുക്ക് ഈ ലാസ്റ്റ് മുകളിൽ കുറച്ച് ട്രാവലേഴ്സ് ആഡ് ആയത് കാരണം നമുക്ക് 2 ടീമായിട്ടാണ് താമസിക്കുന്നത്. ഒരു സ്ഥലത്ത് 7 പേര് ഒരു ഫാമിലിയും ഒരു സ്ഥലത്ത് 4 ഫാമിലിയും. അപ്പോൾ നമ്മൾ ഇവിടെ 4 ഫാമിലി താമസിക്കുന്ന, ബാക്കി 7 പേര് വീട്ടുകാരുടെ കൂടെ അപ്പുറത്ത് വേറൊരു ഹോം സ്റ്റേയിലാണ്. അവിടെ നമുക്കിന്ന് വൈകുന്നേരം പോകാം. അപ്പോൾ ഞാൻ ഈ ഹോം സ്റ്റേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മോർണിംഗ് ഞാൻ ഇന്നലെ നൈറ്റ് ഒന്ന് കാണിച്ചിരുന്നു. മോർണിംഗ് ഇത് ഈ ഒരു പൂവിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ടോ. ഇപ്പോൾ ഇവരൊക്കെ സമയം 9:45 ഇവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടൊന്ന്. നല്ല വെയിലാണ്.